പത്മജ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായി. മുരളീധരനെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തി. തൃശൂരിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയ മുരളീധരൻ ഇപ്പോൾ സഹോദരി അന്നു പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നുണ്ടാവണം. BJPയിലേക്ക് പോയെങ്കിലും സ്വന്തം സഹോദരന് കേടുപാട് പറ്റുന്നതൊന്നും കൂടപ്പിറപ്പ് ചെയ്യില്ലല്ലോ മുരളിയേട്ട. അവർ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തും. സൂക്ഷിക്കണേയെന്ന് പത്മജ അന്നേ പറഞ്ഞിരുന്നു. അച്ഛനെ അവർ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തി തോൽപ്പിച്ചു കളഞ്ഞതാണ്. പിന്നെ തന്നെയും അതേപോലെ കുത്തി വീഴ്ത്തി. തന്നോട് നേതാക്കൾ ചെയ്തത് തന്നെ സഹോദരനോടും ആവർത്തിക്കുമെന്നും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് പരസ്യമായി സമ്മതിക്കേണ്ടി വരുമെന്നുകൂടി പത്മജ അന്ന് പറഞ്ഞിരുന്നു. പത്മജയുടെ വാക്കുകൾ ആവർത്തിക്കുന്ന മുരളീധരനെയാണ് പരാജയത്തിന് പിന്നാലെ നടന്ന പത്രസമ്മേളനത്തിൽ കണ്ടത്. നേതൃത്വത്തിനെതിരെ മുരളീധരൻ തുറന്നടിക്കുകയായിരുന്നു. മുരളീധരന്റെ ആരോപണത്തിന്റെ മുന വരുന്നത് തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന TN പ്രതാപൻ മുതൽ ആളെ കൂട്ടാൻ നേതാക്കളെ വിട്ടുനൽകാത്ത കേന്ദ്ര നേതൃത്വത്തിന് വരെ നേരെയാണ്. ആരൊക്കെ പാലം വലിച്ചുവെന്ന് മുരളി വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തിയേക്കാം. നേമത്തെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലും മുരളീധരൻ പ്രതാപനെതിരെ വിരലുയർത്തിയിരുന്നു. തൃശൂരിൽ മുരളീധരൻ മത്സരിക്കാൻ എത്തുന്നതിനു മുൻപ് മത്സരിക്കാൻ എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിയതായിരുന്നു പ്രതാപനും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു മുൻപേ ചുമരെഴുത്തുപോലും നടത്തിയിരുന്നു. അന്നേ തൃശൂരുകാർ പറഞ്ഞിരുന്നു, പ്രതാപന്റെ ഈ ചിരിയൊന്നും കണ്ട് മുരളീധരൻ വിജയം സ്വപ്നം കാണണ്ടെന്ന്. ഏതായാലും മുരളീധരൻ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഇനി താൻ മത്സരിക്കാനില്ലെന്നാണ് ഫലമറിഞ്ഞയുടൻ തന്നെ മുരളീധരൻ വ്യക്തമാക്കിയത്. സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുകയാണ് നല്ലതെന്നാണ് സങ്കടങ്ങൾ മനസ്സിലടക്കിക്കൊണ്ട് മുരളീധരൻ പറഞ്ഞത്. ഇനി ചെറുപ്പക്കാർ വരട്ടെയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. സജീവ പൊതുപ്രവർത്തനത്തിൽ നിന്നും മത്സരരംഗത്ത് നിന്നും തൽക്കാലം മാറി നിൽക്കാനാണ് തീരുമാനം. തനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളാരും തനിക്കായി തൃശൂരിൽ എത്തിയില്ല. തൃശൂരിൽ ഏകോപനമില്ലെന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പക്ഷേ ആരും അത് ഗൗരവത്തിലെടുത്തില്ല. സംഘടനാ സംവിധാനം സംസ്ഥാനത്ത് മൊത്തത്തിൽ പ്രയാസത്തിലാണെന്നും അത് മാറ്റിയെടുക്കേണ്ടതുണ്ടെന്നും കൂടി അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. CPM BJP അന്തർധാരയാണ് മുരളീധരന്റെ പതനത്തിന് കാരണമായതെന്നാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം തോൽവിയെക്കുറിച്ച് പ്രതികരിച്ചത്. അതൊട്ടും വിശ്വാസയോഗ്യമല്ലെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലാകും. വൻതോതിൽ ചോർന്നത് കോൺഗ്രസ് വോട്ടുകളായിരുന്നു. വോട്ടെണ്ണൽ കഴിഞ്ഞ് മുരളീധരനെ സമാധാനിപ്പിക്കാൻ മണ്ണുത്തിയിലെത്തിയ ജില്ലാ നേതാക്കളോടെല്ലാം അദ്ദേഹം അതിരൂക്ഷമായിട്ടായിരുന്നു പെരുമാറിയത്. വരും ദിവസങ്ങളിൽ അദ്ദേഹം നേതൃത്വത്തിനെതിരെ കൂടുതൽ ആരോപണവുമായി രംഗത്തെത്തിയേക്കുമെന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. ഈ സാഹചര്യത്തിൽ മുരളീധരനെ സമാധാനിപ്പിച്ചു കൂടെ നിർത്താൻ തീവ്ര ശ്രമങ്ങളും നേതൃത്വം നടത്തിയേക്കും. മുരളീധരനുണ്ടായ തിരിച്ചടി പാർട്ടി ഗൗരവമായി പരിഗണിക്കുമെന്നാണ് ഇന്ന് KC വേണുഗോപാൽ അറിയിച്ചത്. മുരളീധരനെ തൃശൂരിൽ നിർത്തിയത് പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ മുരളീധരന്റെ കാര്യത്തിൽ പാർട്ടി ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും KC പറയുകയുണ്ടായി. വയനാട്ടിൽ രാഹുൽ രാജിവെച്ചാൽ അവിടെ മുരളീധരനെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതേപോലെ KPCC അധ്യക്ഷ സ്ഥാനം സുധാകരനിൽ നിന്ന് മാറ്റിക്കൊടുക്കാനും സാധ്യത കാണുന്നു. UDF കൺവീനർ സ്ഥാനമാണ് മുരളിക്ക് കൊടുക്കാവുന്ന മറ്റൊരു ഓഫർ. മുരളീധരനെ പിന്തുണച്ച് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും രംഗത്തെത്തിയിരുന്നു. മുരളീധരൻ നിരാശപ്പെടേണ്ടതില്ലെന്നും മുരളി മികച്ച പോരാളിയാണെന്നും കുഞ്ഞാലിക്കുട്ടി പറയുകയുണ്ടായി. തൃശൂരിൽ മത്സരിക്കാനുള്ള തീരുമാനം മുരളിയുടെ ത്യാഗമാണ്. ാണ് മത്സരിച്ചിരുന്നതെങ്കിൽ മുരളി വൻ മാർജിനിൽ ജയിക്കുമായിരുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു.